വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് നമ്മൾ ഇൻറ്റഗ്രേഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്നതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. എന്താണ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് നോക്കാം. ഇത് it's quite useful in integrating product of functions. നമ്മൾ ഡിഫറൻസിയേഷനിൽ പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ടല്ലോ, അതേപോലെ ഇൻറ്റഗ്രേഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോഡക്ട്സ് ഓഫ് ഫങ്ഷൻസ് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ മെത്തേഡ് പറയുന്നത്. സോ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയാം. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. Let u and v be two differentiable functions of a single variable x. Then the integral of the product of these two functions, that means two functions will be there, product of two functions, that important one, product of two functions, u and v be two differentiable functions of a single variable x. Then the integral of the product of these two functions is first function into integral of the second function, first function into integral of the second function minus integral of derivative of the first function into integral of the second function minus integral of derivative of the first function into integral of the second function. This is the way to find the product of two functions of same variable by using integration. That is what we call as integration by parts. എന്താണ് അത് പറയുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. That is what the way integration by parts, that is what the method called integration by parts. That is integral uv dx. Let u be the first function and v be the second function. So integral uv dx is equal to first function into, that is u into integral of second function v dx minus integral of derivative of first function, that is d by dx of u into integral v dx. This is the way to find integration by parts. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ വിച്ച് വി ഹാവ് ടു ടേക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് വിച്ച് വി ഹാവ് ടു കൺസിഡർ ആസ് സെക്കൻഡ് ഫംഗ്ഷൻ, ദർ ഈസ് എ റൂൾ ഫോർ ഇറ്റ്. അത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ദിസ് ഇസ് ദ റൂൾ. ഐലേറ്റ് ഈ ഓർഡറിലാണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. Ilate. I stands for inverse. I stands for inverse trigonometric functions. L for logarithmic function. And A for algebraic function. T for trigonometric function. And E for exponential function. Together we call as ilate. അപ്പോൾ ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് given questionൽ inverse trigonometric function ഉണ്ടെങ്കിൽ that we have to take as first function or that we want to consider as first function. ഇല്ല ഇനി ഇൻവേഴ്സ് അല്ല, പിന്നെ വേറെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ലോഗരിതമിക് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ലോഗരിതമിക്കിനാണ് സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഓൾജിബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് ട്രിഗ്നോമെട്രി, ദെൻ കംസ് എക്സ്പോണൻഷ്യൽ. സോ ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് ഈ റൂള് ഓർത്തോളൂ. I for inverse trigonometric function, L stands for logarithmic functions, A for algebraic functions are mx, x square അങ്ങനെ. Then T trigonometric function, E exponential function. അപ്പോൾ ഇത് ബേസ് ചെയ്താണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗിവൺ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഈ ഓർഡർ നോക്കുക. ആ ഗിവൺ ക്വസ്റ്റ്യനിൽ ഏത് രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അവിടെ ഇൻവേഴ്സും പിന്നെ algebraic ഉണ്ടെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ടേക്ക് ദ ഫംഗ്ഷൻ ആസ് ഇൻവേഴ്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ ആസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ algebraic ഫംഗ്ഷൻ. അങ്ങനെ ഈ ഓർഡർ ഓർത്തോണം. പിന്നെ സപ്പോസ് ദ ക്വസ്റ്റ്യൻ കണ്ടെയ്ൻസ് ഓൺലി ഒരു വൺ ലോഗരിതമിക് ഫംഗ്ഷൻ ഓർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ക്വസ്റ്റ്യനിൽ ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ലോഗരിതമിക് ഫംഗ്ഷൻസ് ഇങ്ങനെ മാത്രമേ ഉള്ളൂ.
only one function is there. That means for example integral sin inverse x ഇങ്ങനെ മാത്രമേ ഉള്ളൂ, or integral log x dx is there, ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കേസുകളിൽ you have to take this as what is integral sin inverse x, this you have to take this as first function and കൂടെ ഒരു 1 into 1 sin inverse into 1, so you will get two functions there. So first function you have to, according to the rule, you have to take sin inverse x as the first function, then second function 1 ആക്കി എടുത്തോളാം. അതുപോലെ integral log x dx ആകുമ്പോൾ take log x as the first function and into 1, that 1 take 1 as the second function. After that integrate using integration by parts. ആ parts method use ചെയ്ത് integrate ചെയ്യാം. Integration by parts means product of two differentiable functions of same variable. അങ്ങനെയാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അതുപയോഗിച്ച് ഇങ്ങനെയുള്ള ഒരു ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ലോഗരിതമിക് ഫംഗ്ഷനേ ഉള്ളൂ എങ്കിൽ യു ക്യാൻ യൂസ് പാർട്സ് ബൈ considering this inverse trigonometric function as the first function and take the second function as 1. According to rule, inverse trigonometric function ആണ് first chance. അല്ല ഇനി ക്വസ്റ്റ്യനിൽ ലോഗരിതം ഒക്കെ ആണെങ്കിൽ that log as the first function and take 1 as the second function and integrate by using integration by parts. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇപ്പോൾ എല്ലാ രണ്ട് ഫങ്ഷൻസ് ഉണ്ടെന്ന് വെച്ച് നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വി കാൺട്ട് അപ്ലൈ ദേ. ഓർക്കേണ്ട ഒരു കാര്യം, ദ ടു ഫങ്ഷൻസ് മസ്റ്റ് ബി ഓഫ് സെയിം വേരിയബിൾ ആയിരിക്കണം ആൻഡ് ഓൾസോ ടു ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ത്തിനും എന്താ പറയുക, ഈ പ്രോഡക്റ്റ് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, രണ്ട് ഫങ്ഷൻസ് മീൻസ് പ്രോഡക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അത് ശ്രദ്ധിക്കണം. അതാണ് ഇത് പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞ പോലെ വരാതിരുന്നത്. ഡിഫറൻസിയേഷൻ പറ്റും, ഏതെത്ര പ്രോഡക്റ്റ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോർ 3 ഫങ്ഷൻസ് ആയാലും ഇപ്പം 3 ഉണ്ടെങ്കിലും 2 ആണെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഇന്റഗ്രേഷനിൽ എല്ലാത്തിനും ഈ ഇന്റഗ്രേഷൻ ബൈ എല്ലാ 2 ഫങ്ഷൻസും ആസ് എ പ്രോഡക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് റൂൾ പോലെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റൂട്ട് എക്സ് സൈൻ എക്സ്. രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, റൂട്ട് എക്സ് ആൻഡ് സൈൻ എക്സ്. അത് അങ്ങനെ റൂട്ട് എക്സ് സൈൻ എക്സ് ഡെറിവേറ്റീവ് വരുന്ന ഒരു ഫംഗ്ഷനിൽ ആക്ച്വലി ഇന്റഗ്രേഷൻ ഇസ് വാട്ട് ആന്റി അല്ലെ, ഡെറിവേറ്റീവിന്റെ ആ കൺസെപ്റ്റ് ആണല്ലോ ഇൻവേഴ്സ് ഓഫ് ഡെറിവേറ്റീവ്. അപ്പം റൂട്ട് എക്സ് ഇന്റഗ്രൽ ഓഫ് റൂട്ട് എക്സ് സൈൻ എക്സ്. അപ്പോൾ അവിടെ രണ്ട് ഫംഗ്ഷൻസ്, വി കാൺട്ട് അപ്ലൈ ദിസ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ദേ. അപ്പോൾ അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. എല്ലാം നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്ത് അതിൻ്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതുപയോഗിച്ചുള്ള എക്സാമ്പിൾസ് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. Integral x cos x dx. So two functions are there of same variable x and cos x. One is an algebraic function, another is a trigonometric function. So നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ച് we will take this algebraic functions isolate a comes before t, trigonometric functions in that isolate. So x we will take as the first function and as cos x as the second function. So x into first function into integral of second function minus integral of derivative of first function into integral second function dx. That is x into integral cos x is sin x minus derivative of x. Derivative of x is 1. So 1 into integral cos x. Integral cos x നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. That itself sin x dx. Again we have to integrate. Integral sin x dx. Integral sin x is minus cos x. So x sin x plus cos x plus c. ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എപ്പോഴും സി കോൺസ്റ്റന്റ് കൊടുക്കണം എന്നുള്ളത്. ഇതിന്റെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഇടയിൽ അവിടെ കൊടുക്കണം എന്നില്ല. ലാസ്റ്റ് ഫൈനൽ ഇതും കഴിഞ്ഞ് ഏറ്റവും ഫൈനലിൽ സി കൊടുത്താൽ മതി. അത് കൊടുക്കണം, മറക്കരുത്. So the answer of integral x cos x dx is x sin x plus cos x plus c. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷനും ചൂസ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ്. അത് തെറ്റിക്കരുത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് isolate.
വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ log x dx. ഞാൻ നേരത്തെ പറഞ്ഞു സിംപ്ലി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് മാത്രമോ അല്ലെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷൻസ് മാത്രമോ ആണെങ്കിൽ just take the given function as log x into 1 and then take this log x as the first function, then log x into integral 1 dx minus integral of derivative of log x into integral 1 dx. Now integral 1 is x, so log x into x minus derivative of log x. Derivative of log x is 1 by x. 1 by x into integral 1. That is integral 1 is x. So 1 by x into x dx. That is x log x minus x plus c. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ x sin inverse x by root of 1 minus x square dx. So ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. sin inverse x into x by root 1 minus x square. So ആ റൂള് ഐലേറ്റ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷൻ. സോ sin inverse x into integral of x by root of 1 minus x square dx minus integral of derivative of sin inverse x into integral x by root of 1 minus x square dx. So first നമുക്ക് ഈ integral x by root of 1 minus x square dx എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. അത് അവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? മെത്തഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. 1 minus x സ്ക്വയറിന് ഞാൻ എന്ത് കൊടുക്കുന്നു? u എന്ന് കൊടുക്കുന്നു. അപ്പോൾ after differentiating with respect to x on both sides, minus 2x is equal to du by dx, then x dx is equal to minus du by 2. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ integral x by root 1 minus x square dx is equal to integral minus du by 2 root u. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല minus 1 by 2 we can take outside, root u raised to 1 by root u, that is u raised to minus 1 by 2. So x raised to n form, x raised to n plus 1 by n plus 1. അത് ചെയ്യുമ്പോൾ we will get as minus root u. തിരിച്ച് what is our u? 1 minus x square. So minus root 1 minus x square. So integral of x by root 1 minus x square dx we got as minus root 1 minus x square. ഇനി അത് അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So substitute ചെയ്യുമ്പോൾ sin inverse x into minus root 1 minus x square minus integral of derivative of sin inverse x, that is 1 by root 1 minus x square, that into integral of this we got as minus root 1 minus x square. അത് അവിടെ കൊടുക്കുന്നു. Now this root 1 minus x square cancel out. So minus integral 1 dx, x integration is plus x. So minus root 1 minus x square sin inverse x plus x plus c. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഏത് സെക്കൻഡ് ഫംഗ്ഷൻ ഏതെന്ന് ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം. ആ റൂള് ഓർത്താൽ മതി. ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ് ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും. റൂൾ അനുസരിച്ച് വി ഹാവ് ടു ടേക്ക് ദാറ്റ് ടി ഇ ഐലേറ്റ് ടി ഫസ്റ്റ് ഫംഗ്ഷൻ ആസ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, പിന്നെ സെക്കൻഡ് ഫംഗ്ഷൻ ആസ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. അങ്ങനെയും ചെയ്യാം. ഒരു ക്വസ്റ്റ്യനിൽ ട്രിഗ്നോമെട്രിക്കും എക്സ്പൊണൻഷ്യലും ആണെങ്കിൽ നമുക്ക് അതൊന്ന് തിരിച്ചു എടുക്കാം. എക്സ്പൊണൻഷ്യലിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കാം, ദെൻ ട്രിഗ്നോമെട്രീനെ സെക്കൻഡ് ഫംഗ്ഷനും ആക്കി എടുക്കാം. ഇവിടെ എപ്പോൾ മാത്രം ഏത് ട്രിഗ്നോമെട്രിയും എക്സ്പൊണൻഷ്യലും വരുമ്പോൾ മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെ എടുത്താലും ഏത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുത്താലും ഒരു പ്രശ്നമില്ല, ആൻസർ കിട്ടും. എപ്പോൾ ട്രിഗ്നോമെട്രിയും എക്സ്പൊണൻഷ്യലും മാത്രം ഗിവൺ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുമ്പോൾ. സോ ഞാനിവിടെ ഇ റേസ് ടു എക്സ് എക്സ്പൊണൻഷ്യലിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുത്തിരിക്കുന്നു. ദെൻ നമ്മൾ ഇൻറ്റഗ്രലിനെ ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു integral e raised to x sin x dx. Then e raised to x നെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. സോ e raised to x into integral sin x dx minus integral of e raised to x into integral derivative of e raised to x. What is derivative of e raised to x? E raised to x itself. E raised to x into integral sin x dx. Now integral sin x is minus cos x. So e raised to x into minus cos x plus integral e raised to x. Again integral sin x is minus cos x. അതാണ് ഇവിടെ പ്ലസ് ആയി മാറിയത്. പ്ലസ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് കോസ് എക്സ് ഡി എക്സ്. എഗെയിൻ നമുക്ക് എന്താ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് തന്നെ കിട്ടി. എഗെയിൻ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് തന്നെയാണ് അവിടെയും അപ്ലൈ ചെയ്യുന്നത്. ഇ റേസ് ടു എക്സിനെ ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. ഇ റേസ് ടു എക്സ് ഇത് അതുപോലെ എഴുതി പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്, ദാറ്റ് ഇസ് ഇ റേസ് ടു എക്സ് ഇറ്റ്സെൽഫ്. അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. Now minus e raised to x cos x
plus e raised to x. Integral cos x is sin x. So e raised to x sin x minus integral e raised to x. This integral cos x is sin x. So e raised to x sin x dx. So നമുക്ക് question അല്ലേ ഇത്? Integral e raised to x sin x dx. This is our question itself. Isn't it? So നമുക്ക് നമ്മുടെ question എങ്ങനെ എടുത്തു? We took it as നമ്മൾ question എങ്ങനെ എടുത്തു? We took it as I. So നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ ഈ മൈനസ് ഇത് നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യനിലേക്ക് തന്നെ എത്തി. സോ നമുക്ക് എന്തെടുക്കാം? ഇവിടെ ഐ എന്ന് കൊടുക്കാം. സോ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്തായി? ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് ഐ. ഐ ട്രാൻസ്പോസ് ചെയ്യുന്നു. സോ വാട്ട് വി ഗെറ്റ്? 2i is equal to minus e raised to x cos x plus e raised to x sin x plus c. Then plus c constant last കൊടുത്താലും മതി. Then I is equal to e raised to x. ആ 2 ഇങ്ങോട്ട് വന്നു. e raised to x by 2 into കാര്യം നമുക്ക് രണ്ടിന് e raised to x കോമൺ ആയിട്ട് എടുക്കാം. So e raised to x by 2 into minus cos x plus sin x plus ഈ 2 ഇവിടെയും വരും by 2. Since it is a constant നമുക്കൊരു c constant ആയിട്ട് കൊടുക്കാം. So this is the way. അപ്പോൾ ട്രിഗ്നോമെട്രിയും എക്സ്പോണൻഷ്യലും വരുമ്പോൾ ഏത് ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ട്രിഗ്നോമെട്രിയും എക്സ്പോണൻഷ്യലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് മീൻസ് ഐദർ ട്രിഗ്നോമെട്രിക് ആൻഡ് ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ട്രിഗ്നോമെട്രി ആൻഡ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഏത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്താലും പ്രശ്നമില്ല, ആൻസർ കിട്ടും. മറ്റുള്ള കേസിൽ വരുമ്പോൾ ആ റൂൾ തന്നെ ഫോളോ ചെയ്യണം. ഹൈലൈറ്റ് അത് മറന്നു പോകണം. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ ലോഗ് മോഡ് 1 + x² dx. അപ്പോൾ ഇന്റഗ്രൽ ലോഗ് മാത്രമായിട്ടുള്ള ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് മാത്രമായിട്ടുള്ള ഫംഗ്ഷൻസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇൻറ്റു 1 കൂടെ ചേർത്തിട്ട് ടേക്ക് ലോഗ് ആസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് 1 ആസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ലോഗ് മോഡ് 1 + x² × 1 dx. Then by integration by parts നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ്, സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of second, so integral 1 dx minus derivative of first function. Derivative of first function is log x is 1 by x. So log 1 by 1 plus, log 1 plus x square is 1 by 1 plus x square. Then 1 plus x square's derivative, that is 2x. So integral of derivative of first function into integral of second function dx into dx. Now log word 1 plus x square, integral 1 is x minus this 2x square by 1 plus x square dx. ഇനി ഇതെങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. സോ ലോഗ് മോഡ് 1 plus x square into x minus ആ 2 പുറത്തെടുത്തു. 2 ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയറിന് ഒരു 1 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 1 plus x square minus 1 by 1 plus x square dx. Then log mode 1 plus x square x minus ഇത് 1 plus x square by 1 plus x square ഒന്നും then minus 1 by 1 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. സോ 2 into integral 1 plus x square by 1 plus x square dx. ഈ മൈനസ് 2 ഇതിനും ബാധകമാണ്. സോ മൈനസ് മൈനസ് പ്ലസ് 2 into integral 1 by 1 plus x square dx. Now this is equal to ഇവിടെ 1 plus x square 1 plus x square cancel ആവും. സോ integral dx is x. So minus 2x plus integral 1 by 1 plus x square is tan inverse 1 by a tan inverse x by a. So 2 tan inverse x plus c. This is the way to integrate that question by using integration by parts. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരുവിധം എല്ലാ ടൈപ്പും ഞാനിവിടെ കാണിച്ചു തന്നു എക്സാമ്പിളായിട്ട്. ഇനി നിങ്ങൾ ചെയ്ത് ബാക്കി ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. ഷുവറാണ് എക്സാമിന് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ടുള്ള എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി സം മോർ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഇൻറ്റഗ്രൽസ് ആണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അവിടെയും ദിസ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ആദ്യം ഒരു മെത്തഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പഠിച്ചത്. അത് തന്നെ പിന്നെ അങ്ങോട്ട് ഓരോ ടൈപ്പ് പഠിക്കുമ്പോഴും ആദ്യം ആ ടൈപ്പ് യൂസ് ചെയ്താൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ വി ഹാവ് ടു അപ്ലൈ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ എല്ലാം ഇത് മിക്സ് ആയിട്ട് എല്ലാ മെത്തേഡുകളും നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കുക. സോ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അത് പ്രോഡക്റ്റ് രണ്ട് എന്താ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഓഫ് സെയിം വേരിയബിൾ തന്നിട്ടുണ്ടെങ്കിൽ 2 ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഓഫ് സെയിം വേരിയബിൾ തന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ദിസ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്
പക്ഷേ ഇത് എല്ലാത്തിനും അപ്ലൈ ചെയ്യാനും പറ്റുകയില്ല. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്നത് ആ ഐലേറ്റ് റൂള് മറക്കരുത്. സോ നമുക്കിനി സം മോർ special types of integrals based on this integration by parts method. Integration by parts method വെച്ചിട്ടുള്ള കുറച്ചുകൂടെ കൂടുതൽ ടൈപ്സ് ഓഫ് ഇന്റഗ്രൽ നോക്കാം. അതിലൊരു ടൈപ്പാണ് ഇന്റഗ്രൽ e raised to x into f of x plus f dash of x dx. e raised to x is common. f of x plus f dash of x dx is equal to e raised to x f of x plus c. Integral e raised to x into f of x plus f dash of x dx is equal to e raised to x f of x dx. അതെങ്ങനെ കിട്ടി? ഇത് e raised to x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇന്റഗ്രൽ e raised to f of x plus e raised to x f dash of x dx. ഇനി ഇത് രണ്ടും ഇന്റഗ്രൽ e raised to x f of x dx plus ഇന്റഗ്രൽ e raised to x f dash of x dx സെപ്പറേറ്റ് ആവും. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ഈ ഇന്റഗ്രൽ e raised to x f of x dx യൂസിങ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇ റേസ് ടു എക്സിനെ സെക്കൻഡ് ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നു. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇസ് ദർ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് പ്ലസ് ഈ ടേം അതുപോലെ തന്നെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. അതിനൊന്നും ചെയ്യില്ല, അത് അതുപോലെ തന്നെ carry it in. Now, if f of x into integral e raised to x is e raised to x dx. So, e raised to x itself. So, f of x e raised to x minus f dash of x derivative f dash of x into integral e raised to x is e raised to x dx plus question ulla integral e raised to x f dash of x dx. ഇത് മൈനസ് പ്ലസ് ക്യാൻസൽ ആവും. ആൻഡ് ദെൻ വാട്ട് വി ആർ ഗെറ്റിംഗ് ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. അപ്പോൾ ഓർക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ടൈപ്പ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇൻറ്റു എ ഫംഗ്ഷൻ പ്ലസ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. അത് വരുമ്പോൾ ഇറ്റ്സ് ഇന്റഗ്രൽ ഇസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഫംഗ്ഷൻ പ്ലസ് സി. നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. So here e raised to x into tan inverse x plus 1/1 plus x square dx. f of x is tan inverse x. Its derivative is f dash of x means its derivative is 1/1 plus x square. So this is of the form e raised to x into f of x plus f dash of x dx. So its integral is e raised to x f of x plus c. So e raised to x here f of x is tan inverse x plus c. ഇത് ഡയറക്റ്റ് തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ഡയറക്റ്റ് തരണം നിർബന്ധമില്ല. സോ നമ്മൾ അത് ആ ടൈപ്പ് ആണോന്ന് ആക്കി നോക്കി മാറ്റി ചെയ്യേണ്ടതായിട്ടും വരും. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇത് ഡയറക്റ്റ് ആ ടൈപ്പിലല്ല തന്നിട്ടുള്ളത്, നമ്മൾ ആ ടൈപ്പിലേക്കാണ്. അത് എപ്പോൾ നോക്കിയാൽ മതി, ഇ റേസ് ടു എക്സ് ഇൻറ്റു സം ഫങ്ഷൻസ് വരുമ്പോൾ ഈ റേസ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ഒന്ന് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഒന്ന് വേറെ ടൈപ്പ് ഫംഗ്ഷനും ആകുമ്പോൾ ജസ്റ്റ് ചെക്ക് അത് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ മാത്രം ഈ ടൈപ്പിനെ കുറിച്ച് ഓർത്താൽ മതി. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് ഓഫ് സെയിം വേരിയബിൾ, ഒന്ന് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഒന്ന് വേറെ ഏതായാലും ഇപ്പം നേരത്തെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ കൂടെ ഒരു അതിൻ്റെ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഡെറിവേറ്റീവും കൂടെ ചേർത്ത്. ഇതിപ്പോൾ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ, റാഷണൽ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇതിനെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ആ ന്യൂമറേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ കൂടെ ഐ എം ജസ്റ്റ് ആഡിങ് -1 പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. Then after that x square minus 1 group in x square minus 1 by x plus 1 the whole square plus plus 1 2 by x plus 1 the whole square dx. After that x square minus 1 by x plus 1 the whole square നമുക്ക് simplify ചെയ്യാം. This is of the form a square minus b square, that is a plus b into a minus b. അപ്പോൾ x plus 1 into x minus 1 വരും. ഒരു x plus 1 ഒരു x plus 1 cancel ആവും. Then we will get it as e raised to x into x minus 1 by x plus 1 plus ഇത് യാതൊരു ചേഞ്ചും ഇല്ല 2 by x plus 1 the whole square. Now this is of the form e raised to x into f of x plus f dash of x. അപ്പോൾ f of x ഇതിന്റെ ഡെറിവേറ്റീവ് ആണോ ഇത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. f of x x minus 1 by x plus 1 അതിന്റെ ഡെറിവേറ്റീവ് by quotient rule u by v, what we will get 2 by x plus 1 the whole square. So 2 by x plus 1 the whole square
this is of the form f of x plus f dash of x. So e raised to x into f of x plus f dash of x dx is equal to e raised to x into f of x plus c. So e raised to x into x minus 1 by x plus 1 plus c. Quotient rule എല്ലാം ഇതിന് മുമ്പിലത്തെ എൻ്റെ ഡിഫറൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്തെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്യുക. നമുക്കിനി integral of some more types, that is also based on the method of integration by parts. ഇത് മൂന്നെണ്ണം ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. സം സ്റ്റാൻഡേർഡ് ഫോംസ് ഇത് ഡയറക്റ്റ് ഫോർമുല കാണാണ്ട് പഠിക്കേണ്ടതാണ്. ഇത് ഹൗ വി ഗോട്ട് മീൻസ് ബൈ യൂസിങ് ദിസ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. എങ്ങനെയാണെന്നുള്ളത് ഒന്ന് എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ഫോർമുല. ഇന്റഗ്രൽ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് that is equal to x by 2 into root x square minus a square minus a square by 2 log mod x plus root x square minus a square plus c. This integral root of x square minus a square. നമ്മൾ ഇതുവരെ dx by root of x square minus a square, dx by root of x square plus a square അതെല്ലാം നോക്കിയിരുന്നു. ഇത് integral root of x square minus a square dx. ന്യൂമറേറ്റർ വെറും ന്യൂമറേറ്ററേ ഉള്ളൂ. integral root of x square minus a square dx is equal to x by 2 root x square minus a square minus a square by 2 log mod x plus root of x square minus a square plus c. അതുപോലെ integral root of x square plus a square dx, that is x by 2 root x square plus a square plus a square by 2 log mod x plus root x square plus a square plus c. ഒരു വ്യത്യാസം ഇവിടെ ഇത് മൈനസ് ഇത് പ്ലസ്. ഇതിനുള്ളിലെല്ലാം ദ ക്വസ്റ്റ്യനിൽ സെയിം ഇവിടെ ഹിയർ ഓൾസോ പ്ലസ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇന്ന് അടുക്കത്തെ. Then root of a square minus x square, a square minus x square dx, root of, that is x by 2 root of a square minus x square plus a square by 2 sin inverse x by a plus c. ഇതിന്റെ ഡെറിവേഷൻസ് ആവശ്യമില്ല, എന്നാലും ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. This we found by applying integration by parts. നമുക്ക് ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഈ മോഡൽ ആണെങ്കിൽ ഡയറക്ട്ലി യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. അതെങ്ങനെ കിട്ടി? ബൈ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. എങ്ങനെ? ഹിയർ ഓൺലി വൺ ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞു ഒരൊറ്റ ഫംഗ്ഷൻസേ ഉള്ളൂ എങ്കിൽ, അതായത് ലോഗിന്റെയും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെയും നമ്മൾ പറഞ്ഞു. ലോഗും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി മാത്രമായിട്ട് വരുമ്പോൾ അതിന് ഇൻറ്റു 1 കൂടെ ചേർത്ത് രണ്ട് ഫംഗ്ഷൻസ് ആക്കി എടുത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ലോഗ് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി ബൈ ദാറ്റ് റൂൾ ഹൈലൈറ്റ്. ആ റൂൾ ഉപയോഗിച്ച് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ലോഗോ അല്ല ഇൻവേഴ്സ് ആണെങ്കിൽ ഇൻവേഴ്സ് ഇൻറ്റു 1 ചെയ്ത് അതേപോലെ ഇവിടെ ഒരൊറ്റ ഫംഗ്ഷനേലും ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അത് ഇൻറ്റു 1. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷനും ആ 1നെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ടും എടുത്ത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോർമുല കിട്ടുന്നതാണ്. ഫസ്റ്റ് ഐഡന്റിറ്റി എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഐ എന്നെടുത്തു. ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു 1 dx. ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നു. First function into integral 1 dx minus integral of derivative of root x square minus a square is 1 by 2 into 2x by root of x square minus a square into integral 1 dx, that is equal to x into root of x square minus a square minus integral x square by root of x square minus a square dx, which is equal to x into root of x square minus a square minus ഇവിടെ ഒരു പ്ലസ് a square minus a square ചെയ്യുന്നു. x square minus a square plus a square by root of x square minus a square dx, that is equal to x into root of x square minus a square minus x square minus a square by root x square minus a square. Simplifying we will get it as integral root x square minus a square dx minus a square by 2 into integral dx by root of x square minus a square. Now ഇത് നമ്മുടെ ഐ തന്നെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഫംഗ്ഷൻസും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഐ ഈസ് ഈക്വൽ ടു ഇവിടെ ഐ കൊടുക്കുന്നു. ദെൻ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ ഐ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് ഐ പ്ലസ് ഐ. സോ 2i ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ദിസ് ഇസ് സ്റ്റാൻഡേർഡ് ഫോം ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. നേരത്തെ നമ്മൾ നോക്കിയിരുന്നു. That is log mod x plus root of x square minus a square. So that avada substitute cheyunu. Then plus c. Then 2i. So I is equal to x by 2 root of x square minus a square minus a square by 2 log mod x plus root of x square minus a square plus c.
ഇങ്ങനെയാണ് ആ 3 സ്റ്റാൻഡേർഡ് ഫോമിലും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്താണ് നമുക്ക് കിട്ടിയത്. ദിസ് ഇസ് ദ വേ ദാറ്റ് വി അപ്ലൈ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഒറ്റ ടേമേ ഉണ്ടായിരുന്നുള്ളൂ, ഇൻടു 1 കൊടുത്ത് ബൈ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചു. അപ്പം ഒരെണ്ണം ഇതുപോലെ തന്നെ നമുക്ക് മറ്റു രണ്ടും ചെയ്യാവുന്നതാണ്. സോ ഇത് ഫോർമുലയാണ്, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താ ഡി എക്സ് എന്താണ്, ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് എന്താണ്, ഇന്റഗ്രൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഡയറക്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാവുന്നതാണ്. നമുക്കിനി അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. സോ ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 ഡി എക്സ്. നമ്മുടെ ഫോർമുല റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നു റൂട്ട് ഓഫ്. അപ്പോൾ ഇവിടെ 3 ടേംസ് ആർ ദർ. സോ ബൈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് നമുക്കതിനെ 2 ടേംസ് ആക്കി എഴുതാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 നമുക്ക് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് x plus 1 the whole square plus 4. So now this is of the form root of x square plus a square, where x is equal to x plus 1 and a is equal to 2. What is root of x square plus a, integral root of x square plus a square dx? It is x by 2 root x square plus a square root of the full root of x square plus a square plus a square by 2 log mod x plus root x square plus a square plus c. So here x is x plus 1. So x plus 1 by 2 root of x plus 1 the whole square plus 4 plus a square by 2. A square is 4. 4 by 2. So 2 log mod x plus root of x, here x is x plus 1. X plus 1 plus root of x plus 1 the whole square plus 4 plus c. ഇവിടെ നിർത്താം. അപ്പോൾ ആദ്യം ഇത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് ആ ഫോമിലേക്ക് മാറ്റണം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് നമുക്ക് ഈ ഇന്റഗ്രേഷനിൽ ഇഷ്ടംപോലെ വന്നതാണ്. ഇഷ്ടംപോലെ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആ ഫോമുലകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അതപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാം, 12th കുട്ടികളാണ്, അതെന്തായാലും അറിയാം. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന 10th ചാപ്റ്റർ നോക്കിയാൽ മതി. അതിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യുക. സോ ഇത് ബേസ് ചെയ്ത് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. സോ root of 3 minus 2x minus x square dx. This is also by completing the square method. The the root of 4 minus x plus 1 the whole square dx, that is equal to root of a square minus x square dx formula. X is x plus 1 and a is 2. So root of a square minus x square dx is x by 2 root a square minus x square plus a square by 2 sin inverse x by a. So x plus 1 by 2 root of 4 minus x plus 1 the whole square plus 2 a square by 2, a is 2. So 4 by 2 2 sin inverse x by a, x plus 1 by 2 plus c. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ റൂട്ട് 1 plus x square by 9 dx. നമ്മുടെ ഫോർമുലകളിലെല്ലാം x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, അത് ആലോചിക്കണമേ. അത് ഓർത്ത് തന്നെ ചെയ്യണം. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് 1. സോ അത് നിർബന്ധമായിട്ടും മാറ്റിയിട്ട് വേണം ചെയ്യാൻ. സോ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് root of 9 plus x square by 9. Root of 9 is 3. So root of 9 plus x square by 3 dx. 1 by 3 common ആയിട്ട് പുറത്തെടുത്തു. So integral root of 9 plus x square dx. This is of the form root of x square plus a square. Root of x square plus a square is x by 2 root of x square plus a square by 2 log mod x plus root of x square plus a square plus c. So directly substituting we will get the answer. So ഇതുപോലത്തെ ഇഷ്ടംപോലെ ടൈപ്പ് ഉണ്ട്. വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോഴാണ് ആ ഫോമുല നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഫോമുല ബൈ ഹാർട്ട് ചെയ്യുന്നതാണ്. ഇനിയുള്ള ചാപ്റ്ററുകളിൽ വി നീഡ് ദിസ് ഫോമുല മോർ. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനിൽ ഈ ഫോമുലയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പിലാണെങ്കിൽ ഡയറക്റ്റ് ഫോമുലയിൽ അപ്ലൈ ചെയ്യേ വേണ്ടൂ, ഡയറക്റ്റ് വാല്യൂ. അപ്പോൾ അതെന്ന ടൈപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ആ ഫോമുല ബൈ ഹാർട്ട് ആയിരിക്കണം. ഫോമുല എങ്ങനെ ബൈ ഹാർട്ടാണ് കാണാൻ വെറുതെ വായിച്ച് പഠിക്കുകയല്ല വേണ്ടത്. ജസ്റ്റ് ബൈ ഡൂയിങ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ ഫോമുല ബൈ ഹാർട്ട് ആയിക്കോളും. ഇനി അഥവാ എപ്പോഴെങ്കിലും മറന്നുപോയാൽ എന്ത് ഓർത്താൽ മതി, നമുക്ക് എങ്ങനെയാണ് ഈ ഫോമുല കിട്ടിയത്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഗിവൺ ഫംഗ്ഷനെ ഒരു ഫംഗ്ഷൻ ഇൻടു 1 അങ്ങനെ 2 ഫംഗ്ഷൻസ് ആക്കി മാറ്റി ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്ത് ചെയ്യാവുന്നതാണ്.
വേറൊരു ടൈപ്പ് ഇന്റഗ്രൽ പി എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്. നേരത്തെ വെറും റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ് എന്നായിരുന്നു, അല്ലെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അങ്ങനെയുള്ള ഫോം ആയിരുന്നു. ഇവിടെ അതിന്റെ കൂടെ പി എക്സ് പ്ലസ് ക്യൂ അങ്ങനെ ഒരു ടൈപ്പ് ഇൻറ്റു റൂട്ട് ഓഫ്. ഇനി ഇങ്ങനെ വരുമ്പോൾ ഹൗ ടു ഇന്റഗ്രേറ്റ് ദാറ്റ് പി എക്സ് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു ഇങ്ങനെ വേണം ചെയ്യാൻ. പി എക്സ് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു some constant a into derivative of root വേണ്ട, വെറും ax square plus bx plus c. റൂട്ട് എടുക്കരുത്, വെറും ആ ax square plus bx plus c ന്റെ ഡെറിവേറ്റീവ് plus b. Then that is equal to px plus q is equal to a into derivative of this is 2ax plus b plus b. After that finding a and b നമ്മൾ യൂഷ്വൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആയി മാറും. അപ്പോൾ ഏത് ടൈപ്പാണ് ഇന്റഗ്രൽ ഓഫ് പി എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്. ആ ടൈപ്പ് വരുമ്പോൾ ദിസ് ഈസ് ദ വേ ടു ഡു. നമുക്കത് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ എക്സ് മൈനസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 18 ഡി എക്സ്. ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടൈപ്പ് വരുമ്പോൾ ദാറ്റ് എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദസ്, ഈ റൂട്ടിനുള്ളിലെ ടേം, റൂട്ട് കൺസിഡർ ചെയ്യേണ്ട റൂട്ടിനുള്ളിൽ, ദാറ്റ് ഇസ് 2x പ്ലസ് 3 പ്ലസ് ബി. ദെൻ നമുക്ക് ഇനി എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അത് നമ്മൾ നേരത്തെയും ഈ ടൈപ്പ് ഇതുപോലത്തെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ എന്റെ ബൈ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ്, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1, ഹിയർ ഇറ്റ് ഇസ് 2a, സോ 2a ഈക്വൽ ടു 1 ആൻഡ് കോൺസ്റ്റന്റ് ടേം 3a plus b equal to -3. Also simplify ചെയ്യുമ്പോൾ we will get the value of a is equal to 1/2 and b is equal to -9/2. ഇനി നമ്മുടെ given question എങ്ങനെ മാറുന്നു നോക്കാം. അതായത് നമ്മൾ x minus 3 is equal to a into derivative of that derivative of x square plus 3x minus 18 plus b. അവിടെ നമ്മൾ I'm just giving the values. നമുക്ക് എയും ബിന്റെയും വാല്യൂ കിട്ടി. Then that whole equation integral root of x square plus 3x minus 18 dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഇക്വേഷൻ ചേഞ്ചസ് ടു integral x minus 3 root x square plus 3x minus 18 dx is equal to a. The value of a നമുക്ക് എന്ത് കിട്ടി? 1/2. That 1/2 into integral derivative 2x plus 3 into അവിടെയും root of x square plus 3x minus 18 dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് b നമ്മൾ വാല്യൂ കിട്ടിയത് -9/2. That into integral root of x square plus 3x minus 18 dx. ഇനി നമുക്ക് ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു നോക്കാം. അതിൽ ആദ്യത്തെ പാർട്ട് എടുക്കുന്നു. ദാറ്റ് ഇസ് 1/2 ഇന്റഗ്രൽ 2x plus 3 into root of x square plus 3x minus 18 dx. അതെടുക്കുന്നു. അവിടെ x square plus 3x minus 18 ഞാൻ t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവിടെ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x plus 3 is equal to dt by dx. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചേഞ്ചസ് ടു 1/2 ഇന്റഗ്രൽ root t dt. Standard form ആണ് root t raised to 1/2. That is of the form x raised to n. X raised to n is x raised to n plus 1 by n plus 1. So 1/2 into 2/3 t raised to 3/2 plus c. That is equal to 1/3 x square plus 3x minus 18 raised to 3/2 plus c. അപ്പോൾ ആദ്യത്തെ ആ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന നോക്കാം. ലാസ്റ്റ് ഫൈനൽ നമുക്ക് രണ്ടും കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. അതിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് 9/2 ഇന്റഗ്രൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 18 dx. ഇത് നമ്മളിപ്പോൾ പഠിച്ച ആ 3 ടൈപ്പ് ഫോർമുലേന്റെ രൂപത്തിലുള്ളതാണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഏതാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് ബൈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് നമ്മൾ 9/2 ഇന്റഗ്രൽ റൂട്ട് ഓഫ് x plus 3/2 the whole square minus 9/2 the whole square. So this is of the form integral root of x square minus a square dx. So what is it? Integral root of x square minus a square dx is x by 2 root x square minus a square by 2 log mode x plus root x square minus a square plus c. അപ്പോൾ അവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Here the value of x is x plus 3/2 and a is 9/2. So അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we will get the answer as 9/8 into 2x plus 3 root x plus 3/2 the whole square minus 9/2 the whole square minus 729/16 log mode x plus 3/2 plus root of x plus 3/2 the whole square minus 9/2 the whole square plus c. So ഇനി നമ്മുടെ given question answer എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇന്റഗ്രലും കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ്. So this is very important. ഇത് ചോദിക്കാം. So രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ we will get the answer as 1/3 x square plus 3x minus 18 the whole raised to 3/2 minus 9/8 into 2x plus 3 root x plus 3/2 the whole square minus 9/2 the whole square plus 729/16 log mod x plus 3/2 plus root of x square.
എക്സ് പ്ലസ് 3/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 9/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. രണ്ട് സീൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പേ. നമുക്ക് ഫൈനൽ ആൻസറിലായിട്ട് ഒരൊറ്റ, സിൻസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്, ആ രണ്ട് കോൺസ്റ്റന്റ് കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ കോൺസ്റ്റന്റ് ആക്കി എഴുതാം. അപ്പോൾ ഇന്റഗ്രൽ പി എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ടൈപ്പ് വരുമ്പോൾ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ബൈ അപ്ലൈങ് ദിസ് റൂൾ, ദാറ്റ് ഇസ് പി എക്സ് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x square plus a, I mean that ax square plus bx plus c plus b. After that find the value of a and b by equating the coefficients, then integrate, just substitute that values and integrate by using this way. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആയി മാറുന്നതാണ്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും ഈ ടൈപ്പ് ഇത്രയും ചെയ്യേണ്ടതായതുകൊണ്ട് 4 മാർക്ക് 6 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ ഇതിൽ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം വരുന്നുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് എന്താണെന്ന് നോക്കി, ദെൻ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ട് സം മോർ ടൈപ്സ് ഇൻറ്റഗ്രലും again some more formulas also we derive. So important ആണ്. പ്രോബ്ലംസ് മാക്സിമം നിങ്ങൾ ചെയ്തു നോക്കുക, then only it will be very easy for you. So thank you for watching കിഡൂസ് ഗണിതലോക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നില്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ വ്യക്തമായി ചോദിക്കാവുന്നതാണ്. സോ അതിന് ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. സോ താങ്ക് യു. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ വൺസ് മോർ താങ്ക് യു.